അപ്പോൾ പിന്നെ ഇന്ന് അടുത്ത വെയിറ്റ് ലോസ് ഡ്രിങ്ക് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? എളുപ്പമാണേ. നമ്മുടെ കിച്ചണിലുള്ള മാത്രം സാധനം, വേറെ എക്സ്ട്രാ ഒരു സാധനം ഇല്ലാണ്ട് വെള്ളം ബോയിൽ ചെയ്യാം. ഞാനൊരു ഡേ ഇങ്ങനെ കുടിക്കണോണ്ട് ഞാൻ കുറച്ച് വെള്ളം അധികം ബോയിൽ ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സിനമൻ ചെറിയൊരു കപ്പാണെങ്കിൽ ചെറിയൊരു കഷ്ണം ഇട്ടാൽ മതി കേട്ടോ. ക്രഷ് ചെയ്തിടണം, കഴുകി ക്രഷ് ചെയ്തിടാം. അതിട്ടു. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഇടേണ്ടത് ടേമറിക്. ഇത് ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് നമ്മൾ ഇത്രയും ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ടു. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ, മറക്കണ്ട. ഓക്കെ. പിന്നെ അടുത്ത മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ പെപ്പറിൻ്റെ ഭയങ്കര പ്രയോജനമുണ്ട് കേട്ടോ. പെപ്പറിൽ ACK വൈറ്റമിൻസ് ഉണ്ട്. ഇത് ബോഡി പെയിൻ, ജോയിൻസ് പെയിൻ, പിന്നെ നമ്മുടെ ആർത്രൈറ്റിസ്, ഓവർ വെയിറ്റ് വന്നിട്ട് ജോയിൻസ് പെയിൻ വരില്ലേ, അതിനൊക്കെ ഭയങ്കര റിലീഫാണ്. ഇത് നമുക്ക് ബോഡി ട്യൂൺ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും പ്രോപ്പറായിട്ട് ഇതെടുക്കുവാണെങ്കിൽ. പിന്നെ ഇൻഫ്ലമേഷൻ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. പിന്നെ കൂടാതെ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയറ്റിൽ നിന്ന് നന്നായിട്ട് പോകും. അന്നേരം ഇത് എന്തായാലും കുടിക്കട്ടെ. ഇത് നന്നായിട്ട് ബോയിൽ ചെയ്യാന്ന് വെച്ചാൽ സിമ്മിൽ വെച്ച്. എൻ്റെ ഇതിൻ്റെ സിം ഇത്തിരി കൂടുതൽ, തീ കൂടുതലാണ്. അന്നേരം ഇത് അടച്ച് വെച്ച് സിമ്മിൽ ബോയിൽ ചെയ്യണം. ഇതിൻ്റെ ഏറ്റവും സിമ്മിലാണ് ഞാൻ വെച്ചത്. എന്നിട്ട് ഇത്രയും കത്തുണ്ട്. അന്നേരം നന്നായിട്ട് ബോയിൽ ചെയ്ത്, അതുകൊണ്ട് ഞാൻ ഇന്നലെ ഓവർഫ്ലോ വന്നിട്ട് ചിലവരെന്നോട് ഫോൺ ചെയ്ത് വെച്ച് സിന്ധു ഭയങ്കരമായിട്ട് തിളച്ച് പോയല്ലോ. പിന്നെ അങ്ങനെ ഞാൻ ഫെബ് ചെയ്യാൻ പറ്റും. അന്നേരം നന്നായിട്ട് തിളയ്ക്കണം കുറച്ച്. അതുകൊണ്ട് ഞാൻ തുറന്നു വെച്ചാട്ടോ, നമ്മുടെ ഈ പ്രോബ്ലം കൊണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അടുത്തൊരു സാധനം ഇടണം കേട്ടോ. അന്നേരം ഇത് തിളച്ചെന്ന് വരട്ടെ. അന്നേരം ചിലവരൊക്കെ ഇതൊക്കെ ഡ്രിങ്ക് ചെയ്തിട്ട് റിസൾട്ട് ഒന്ന് പറയാനായിട്ട് എന്നെ ഫോൺ വിളിച്ച് പറയാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ ആ വീഡിയോയുടെ താഴെ ഒന്ന് ചെയ്താലോ എനിക്കൊരു ഉപകാരമാവൂലേ? അത് മറക്കാതെ ചെയ്യണേ. പലരും ക്ലാസ്സിലും കയറും, ഇതൊക്കെ ചെയ്യും, പക്ഷെ വീഡിയോയുടെ താഴെ ഒന്ന് പറയണേ. അന്നേരം എനിക്ക് ഇത്തിരി സന്തോഷമല്ലേ. അന്നേരം നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ താരം, നമ്മുടെ ജിഞ്ചർ, ക്രഷ് ചെയ്ത് വെച്ച ജിഞ്ചർ ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇടുക. ഓക്കെ. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ആ ചൂട്, നമുക്ക് കുടിക്കേണ്ട പാകത്തിലുള്ള ചൂടില്ലേ, അതായി കഴിയുമ്പോൾ നമുക്ക് കുടിക്കാം കേട്ടോ. അന്നേരം അസിഡിറ്റി ഉള്ളവര് ജിഞ്ചർ ഒരു നുള്ളിനിട്ടാൽ മതി, പെപ്പറും കുറച്ചിട്ടാൽ മതി. അസിഡിറ്റി ഇല്ലാത്തവർക്ക് ഈ പറഞ്ഞ ക്വാണ്ടിറ്റി യൂസ് ചെയ്യാം. ഓക്കെ. അന്നേരം ഇത് 3 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം കുടിച്ചിരിക്കണം. ചൂടോടെ വേണം കുടിക്കാൻ, മറക്കണ്ട. ഇതാണ് ഇന്നത്തെ വെയിറ്റ് ലോസ് ഡ്രിങ്ക്. അന്നേരം പിന്നെ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു.